നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വേനൽക്കാല രോഗങ്ങൾ കൂടി വരികയാണ്. സൺസ്ട്രോക്കിനെ അഥവാ സൂര്യതാപത്തെ എങ്ങനെ നേരിടാം, അടിയന്തര ചികിത്സ എന്താ എന്നീ വിഷയങ്ങളെല്ലാമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റും ഗ്രൂപ്പ് കോർഡിനേറ്ററുമായ ഡോക്ടർ KU ഷമീമാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, നമുക്കറിയാം ചൂട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. വേനൽക്കാല രോഗങ്ങളെ എത്രത്തോളം നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്, എങ്ങനെ ഇതിനെ തടയാനാകും? തീർച്ചയായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ ചൂട് വളരെ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻറ്റ് 37 ഡിഗ്രി സെൽഷ്യസിൽ എപ്പോഴും മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് താപനിയന്ത്രണ സംവിധാനങ്ങളുണ്ടാവും. അപ്പോൾ ആ താപനിയന്ത്രണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മെക്കാനിസത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യതാപം അല്ലെങ്കിൽ വേനൽക്കാല രോഗങ്ങളെല്ലാം നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ ചൂട് കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്വെറ്റ് ചെയ്യാറുണ്ട്, എല്ലാവരും വിയർക്കും നന്നായിട്ട്. അപ്പോൾ ഈ വിയർക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ സംവിധാനമാണ്. അതായത് നമ്മുടെ ബോഡി കുറച്ച് കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ നമുക്കറിയാം പല ജില്ലകളിലും ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലാണ് ആക്ച്വലി ചൂട് റെക്കോർഡായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മെക്കാനിസംസ് കംപ്ലീറ്റ് ഫെയിലിയറിലോട്ട് പോവുകയും നമുക്ക് ഒരുപാട്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കാണുകയും ചെയ്യും. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാമാണ് നമ്മൾ ഈ സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യതാപം അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രീം സിറ്റുവേഷൻസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നെല്ലാം വിളിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് പല ലക്ഷണങ്ങൾ കാണപ്പെടാം. ഇത് കാരണം തന്നെ നമുക്ക് പല വേനൽക്കാല രോഗങ്ങൾ, ചിക്കൻ പോക്സ് പോലുള്ള വേനൽക്കാല രോഗങ്ങളും നമുക്ക് വന്നു ചേരാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആ താപനിയന്ത്രണ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് സം ഓഫ് ദ ഡിസീസസ്. ഡോക്ടർ, എങ്ങനെ ഇതിനെ തടയാനാകും, അതും കൂടി ഒന്ന് വ്യക്തമാക്കാമോ? ഒരുപാട് രീതിയിൽ നമുക്കിത് പ്രിവെൻഷൻ ചെയ്യാം. ഏറ്റവും ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഗവൺമെൻറ് 11 മുതൽ 3 മണി വരെ ആ സമയത്താണ് ഏറ്റവും അന്തരീക്ഷത്തിൽ ചൂട് കൂടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ വർക്കുകളെല്ലാം, നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശ്രമം എടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു പുറത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയങ്ങളിൽ വിശ്രമം അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ താപനില അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയം എന്ന് പറയുന്നത് 11 o'clock to 3 o'clock എന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സുകളിൽ നമുക്ക് കുറച്ച് കൺട്രോൾ കൊണ്ടുവരാം. കാരണം ടൈറ്റായിട്ടുള്ള കട്ടിയുള്ള ഡ്രസ്സുകൾ നമ്മളെപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുക. കുറച്ച് ലൈറ്റായിട്ടുള്ള വൈറ്റ് നിറത്തിലുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രദ്ധിക്കുക. അതും കുറച്ച് അയഞ്ഞ കോട്ടൺ ഡ്രസ്സുകളാണ് എപ്പോഴും നമ്മൾ ഇടാൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുട യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാപ്പുകൾ യൂസ് ചെയ്യാം. അത് നമുക്ക് ഡയറക്റ്റ് സൂര്യാഘാതം ആക്ച്വലി പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, നമുക്ക് ദാഹമില്ലെങ്കിൽ പോലും കൂടുതലായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ഇനി ലോങ് ട്രാവലിന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെള്ളമോ അല്ലെങ്കിൽ വിശ്രമമോ എപ്പോഴും എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇങ്ങനെ പല രീതികളിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഏറ്റവും മെത്തേഡ് എന്ന് പറയുന്നത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് ഡയറക്റ്റ് സൂര്യാഘാതം എപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡോക്ടർ, അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഈ വേനൽക്കാല രോഗങ്ങൾ പലതരമുണ്ട്. എന്താണ് ഈ സൺസ്ട്രോക്ക് എന്ന് പറഞ്ഞത്, എന്താണ് സൂര്യാതപം അല്ലെങ്കിൽ സൂര്യാഘാതം എന്നൊക്കെ പറയുന്നത്? നമുക്ക് പല ലക്ഷണങ്ങളാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ ക്രമാതീതമായി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പല ലക്ഷണങ്ങളായിരിക്കും കാണപ്പെടുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെല്ലാം ഡീഹൈഡ്രേഷൻ റിലേറ്റഡ് ആയിരിക്കും, അതായത് നിർജ്ജലീകരണം കാരണമായിരിക്കും. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നതാണ് നമുക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടുക, തലകറക്കം അനുഭവപ്പെടുക, നമ്മുടെ ചുണ്ടും തൊലിയെല്ലാം വരണ്ടു പോവുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് ആദ്യമേ കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ, അതായത് ഈ സ്റ്റേറ്റിൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ ഹീറ്റ് റാഷസ് എല്ലാം നമുക്ക് ഫോം ചെയ്യുക. ഇപ്പം നമുക്കറിയാം, നമ്മൾ ചൂടുള്ള ഒരു സ്ഥലത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിലെല്ലാം ആക്ച്വലി ഒരു റെഡ്നെസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു ചുമപ്പ് കളർ ഡെവലപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ ഹീറ്റ് റാഷ് എന്ന് പറയുന്നത്. അതാണ് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ സൂര്യതാപം അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ
എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോവുക. ഇപ്പോൾ അവിടെയും നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ഈ മിനറൽസും നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ ഈ മിനറൽസ് കൂടെ നഷ്ടപ്പെടുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും പേഷ്യൻസിന് കണ്ടുവരിക. തലവേദന, തലകറക്കം, അതിന് പുറമെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് ആൾട്ടേർഡ് സെൻസറി അല്ലെങ്കിൽ ഒരു സ്ഥലകാല വിഭ്രാന്തി എന്ന് പറയുന്നത്. പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആയിരിക്കത്തില്ല. ഈ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റിലും നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സ്റ്റേറ്റിലും നമുക്ക് റിവേഴ്സ് ആയിട്ടില്ല എന്നുള്ളതിലാണ് നമ്മൾ ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷൻസിലോട്ട് പോകുന്നത്. അതിനെയാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൺസ്ട്രോക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 100 ഡിഗ്രി ഫാരഡിൻ്റെയൊക്കെ മുകളിലോട്ടായിരിക്കും പോകുന്നത്. നമുക്ക് ധാരാളമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തലവേദന, തലകറക്കം, അബോധാവസ്ഥയിലോട്ട് പോവുക, കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അപസ്മാരം കണ്ടുവരിക, ഇതെല്ലാമാണ് നമ്മുടെ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഷ്യൻ്റോ അല്ലെങ്കിൽ ഒരാളും ഹീറ്റ് സ്ട്രോക്ക് എന്ന സ്റ്റേറ്റിലോട്ട് ഡയറക്റ്റ് പോകത്തില്ല. അതിനു മുമ്പ് ഒരുപാട് സ്റ്റേജുകളിലൂടെയാണ് പോകുന്നത്. ആ സ്റ്റേജുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് ഞാൻ പറയാം എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫൈനൽ സ്റ്റേജിലോട്ട് ഒരിക്കലും ആളുകൾ പോകത്തില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും സുരേഷ് കുമാറാണ്. സുരേഷ് കുമാർ, ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. കേൾക്കാമോ സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. എൻ്റെ പേര് സുരേഷ് കുമാർ, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. സാറേ, നമ്മളെ ഇതിനകത്ത് ഈ ഒരു മിനിമം 12 ദിവസമെങ്കിലും വാട്ടർ കുടിക്കണം ഇതിന് പറയുന്നുണ്ട്. പക്ഷേ സാറേ, ഇതിനിടയ്ക്ക് പറയും ചായയും കാപ്പിയും കുടിക്കില്ല എന്ന് പറഞ്ഞു. മറ്റൊരു ലിക്വേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇതുമായിട്ട് എന്താ സാറേ ബന്ധം, ഡീഹൈഡ്രേഷനായിട്ട്? ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ സൂര്യാതപത്തിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ പറയുക. അപ്പോൾ എന്തൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുമെന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട്. അതായത് സാധാരണയായിട്ട് നോർമൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് കരിക്കിൻ വെള്ളം കുടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സംഭാരം കുടിക്കാം, അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക. ഇതെല്ലാമാണ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ആ വോളിയം കൂട്ടാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ചായ, കാപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോള, അല്ലെങ്കിൽ ആൽക്കഹോളിക് ബിവറേജസ് അല്ലെങ്കിൽ ബിയർ, ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമുക്ക് ഹാംഫുള്ളേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഡീഹൈഡ്രേഷൻ കുറയാൻ അതൊരിക്കലും ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ സിവിയർ ഡീഹൈഡ്രേഷൻ കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാം വെള്ളം കുടിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചായ, കാപ്പി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. ഇനി നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണങ്ങളല്ല നമ്മൾ പലപ്പോഴും കഴിക്കുക. നമ്മൾ എന്താണോ വിൻ്ററിൽ കഴിക്കുന്നത് അല്ലെങ്കിൽ മഴക്കാലത്ത് കഴിക്കുന്നത് ആ സെയിം ഫുഡുകൾ തന്നെ ആയിരിക്കും നമ്മൾ ഈ സമ്മറിലും കഴിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഓരോ സമയത്തിനും എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ക്രമീകരിക്കണം. അതിൽ നമുക്ക് ഈ നോൺ വെജ് ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, ഐ മീൻ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമുക്ക് കുറച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, വെജിറ്റബിൾ ഫുഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ദഹിക്കാവുന്ന ഫുഡുകൾ, ഇതാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം ഈ പഴവർഗ്ഗങ്ങൾ നമുക്ക് സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ജലാംശമുള്ള പഴവർഗ്ഗങ്ങൾ, അതായത് വാട്ടർമെലൺ അല്ലെങ്കിൽ പപ്പായ, ഷമാം, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളിലെല്ലാം ധാരാളം ജലാംശമുള്ളതാണ്. ആ ജലാംശമുള്ള പഴവർഗ്ഗങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത്. ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ബർഗർ, സാൻഡ്വിച്ച്, ഇങ്ങനെയുള്ള ഫുഡുകളെല്ലാം നമ്മൾ കുറക്കുക. വെസ്റ്റേൺ ഫുഡുകളെല്ലാം കുറക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മളൊരു സമ്മർ കാലത്ത് നമ്മുടെ ആഹാരം ക്രമീകരിച്ചാലും നമുക്ക് കൂടുതലായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞുള്ള ഡീഹൈഡ്രേഷൻസോ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുറക്കാൻ നമുക്ക് ഒരു പരിധിവരെ സാധിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സൺസ്ട്രോക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഈ സൺസ്ട്രോക്കിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാനാകും? ആരൊക്കെയാണ് കൂടുതൽ കരുതലെടുക്കേണ്ടത്? തീർച്ചയായിട്ടും പുറത്ത് ജോലി ചെയ്യുന്നവർ തന്നെയാണ് സൺസ്ട്രോക്ക് വരാനുള്ള ഏറ്റവും ചാൻസ് കൂടുതലുള്ളത്. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നവരിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കാണുന്നത്. ഇനി ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഓരോ സ്റ്റേജുകളിലൂടെ ആയിരിക്കും ഓരോ ആളുകളും കടന്നു പോവുക. അപ്പോൾ ആദ്യമേ നമുക്ക് ഡീഹൈഡ്രേഷൻ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തലവേദന, തലകറക്കം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളമായിട്ട് വെള്ളം കുടിക്കുക.
എത്രമാത്രം വെള്ളം കുടിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം ഒരു അഡൽട്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മുതൽ 3 ലിറ്റർ, അതായത് ഒരു 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ നമ്മൾ കുടിക്കേണ്ടതാണ് സമ്മറിൽ. അത്രയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുറേ ഡീഹൈഡ്രേഷൻ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നമുക്ക് കുറക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിനും നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ മൂത്രത്തിൻ്റെ കളർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് കുറച്ച് ഡാർക്കിഷ് ആണ് അല്ലെങ്കിൽ യെല്ലോയിഷ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വീണ്ടും ഒരു ലക്ഷണമാണ് ഡീഹൈഡ്രേഷൻ്റെ. അപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ വെള്ളം കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി വയസ്സായ ആളുകളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അവർക്ക് ചിലപ്പം ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിക്കണം എത്രമാത്രം വെള്ളം കുടിക്കാം എന്നുള്ളത് എപ്പോഴും ചോദിച്ചു വെക്കുക. ഇനി അടുത്തുള്ള ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പുറത്ത് വെച്ച് ഈ താപനില ഏറ്റവും കൂടുതലായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ നമ്മൾ തണലത്തോട്ട് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അയച്ചു കൊടുക്കുക. കുറച്ച് അയവുള്ള ഡ്രസ്സുകൾ മാത്രം ഇടാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചർ ഇപ്പോൾ ശരീരത്തിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ക്രമാതീതമായി അത് ആക്ച്വലി കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 40 അല്ലെങ്കിൽ 41 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ഈ സൺസ്ട്രോക്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത്യാഹിത വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ബോഡി ടെമ്പറേച്ചർ എങ്ങനെയെങ്കിലും കുറക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് എയ്ഡ് രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് തടവി കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം വെച്ച് ബോഡിയിൽ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്കൊരു ഫാനോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുത്ത് വീശി കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചെങ്കിലും നമുക്ക് കുറക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് നമ്മുടെ ഗ്രോയിൻ അല്ലെങ്കിൽ നമ്മുടെ ആക്സിലയിലെല്ലാം വെച്ച് നമുക്ക് ഒരു പരിധിവരെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ കുറക്കാവുന്നതാണ്. പിന്നീട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക. പക്ഷേ സൺസ്ട്രോക്കിൽ ഈ പേഷ്യൻ്റ് അബോധാവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുക്കരുത്. കാരണം അത് പിന്നെ വീണ്ടും ശ്വാസകോശത്തിൽ പോയിട്ട് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരും ശ്രദ്ധിക്കണം. അബോധാവസ്ഥയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുക. അല്ല ബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കിടത്തിട്ടാണ് ഈ ആളുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇരുത്തി വെള്ളം കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൽ ഈ ക്രമാതീതമായിട്ട് കൂടിയ ടെമ്പറേച്ചർ ഒരു പരിധിവരെ നമുക്ക് കുറക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പുതുക്കോട് നിന്നും മുരളീധരനാണ്. മുരളീധരൻ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സാറ് ഞങ്ങള് കാർപ്പൻ്ററാണ്. ഞങ്ങള് വീടിന്റെ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഈ ടൈം അതില് പരിധി വെച്ചിട്ട് ഞങ്ങൾക്ക് ജോലിയെടുക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ പ്രദേശം അങ്ങനെയുള്ള പ്രദേശമാണ്. ജോലി ഞങ്ങൾക്ക് എന്തായാലും ചെയ്യണം. ജോലി എടുക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ സൂര്യതാപം എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് സൂര്യതാപം ഉണ്ടാവുക? ഓക്കെ, നമ്മൾ മാക്സിമം എത്ര ഡിഗ്രീനേക്കാളും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡ്യൂറേഷനിലാണ് ഇത് ഏറ്റവും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നമ്മുടെ അന്തരീക്ഷ ടെമ്പറേച്ചർ ഉള്ളത് എന്നുണ്ടെങ്കിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ അത് ഓരോ ആളുകളിലും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ വർക്ക് ചില സമയങ്ങളിൽ ചെയ്യേണ്ട സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഡ്യൂറേഷൻ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 15 മിനിറ്റ് വർക്ക് ചെയ്ത് പിന്നെ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ കുറച്ച് വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കുക. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ. കാരണം ചിലപ്പോൾ നമുക്ക് ദാഹം തോന്നിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഒരു ഡീഹൈഡ്രേഷനിൽ ചിലപ്പോൾ നമുക്ക് ദാഹം തോന്നണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഡ്യൂറേഷൻ എപ്പോഴും കുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ 11 മണി മുതൽ 3 വരെയുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് ചെയ്യുന്ന ജോലികൾ പരിമിതപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്ക് സമയം ക്രമീകരിക്കുക. കാരണം രാവിലെ കുറച്ച് കൂടുതൽ സമയം അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്ത് ഈ സമയം ക്രമീകരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ സൂര്യാതപം ഏറ്റാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ വീട്ടിൽ ചെയ്യാവുന്നത് എന്താണ്, ചെയ്യരുതാത്തത് എന്തെല്ലാമാണ്?
നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൂര്യാഘാതം പോലെ തന്നെയാണ് നമ്മൾ പൊള്ളലേൽക്കുന്ന കാര്യങ്ങളും. കാരണം സൂര്യാഘാതം പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യാം, അതുപോലെ തന്നെയാണ് നമ്മൾ സൂര്യാഘാതം ഏറ്റ് കഴിഞ്ഞാലും ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം സൂര്യാഘാതം ഏൽക്കുന്നതും ഏകദേശം പൊള്ളലേൽക്കുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ കാണപ്പെടുന്നത്. അതായത് ആദ്യമേ നമുക്ക് കാണാവുന്നതാണ് ഒരു റെഡിഷ് ഡിസ്കളറേഷൻ മാത്രമായിരിക്കും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുന്നത്. ചില സമയങ്ങൾക്ക് നമുക്ക് കുമിളകൾ ഡെവലപ്പ് ചെയ്യാം. അത് നമ്മൾ ഗ്രേഡ് 2 സൂര്യാഘാതത്തിലോട്ടായിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണലത്തോട്ട് മാറ്റി നിർത്തുക. വീടുകളിലാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നമുക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ്. അത്രമാത്രം വെള്ളം നമുക്ക് കുടിക്കാൻ കൊടുക്കാം. ഇനി സൂര്യാഘാതം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു റണ്ണിങ് വാട്ടറിൽ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അത് എത്ര സമയം വരെ എന്നുള്ളത് നമ്മുടെ വേദന കുറയുന്നത് വരെ എന്നാണ് നമ്മൾ ഈ നോർമലി പറയാറുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂടാ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും കാണുന്നതാണ് ഇത്തേൻ അല്ലെങ്കിൽ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പുരട്ടുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ചെയ്യരുത്. കാരണം അത് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നീടുണ്ടാവുന്നതാണ് അബോധാവസ്ഥയിലാവുന്ന രോഗികൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അതും തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. മൂന്നാമത്തെ, നമ്മുടെ തന്നെ സ്കിൻ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് പുരട്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിൽവറെക്സ് ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ഓയിൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുരട്ടി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ അത് കുറയാവുന്നതാണ്. അല്ല, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു വൈദ്യസഹായം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള അത്യാഹിത വിഭാഗത്തിനെ സമീപിക്കാവുന്നതാണ്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മോഹനനാണ് ഇടുക്കിയിൽ നിന്നും. മോഹനൻ, ചോദിച്ചോളൂ. ഡോക്ടർ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. 24 വയസ്സുണ്ട്. എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ അസുഖം ഉണ്ടായിരുന്നേ. അത് ഞാൻ പച്ചമരുന്നൊക്കെ കഴിച്ചിരുന്നത്. അത് ഭീകരമായിട്ട് എൻ്റെ ആ ഇടത്തെ സൈഡിൽ നിന്ന് അടിവയറിന് ഇടയ്ക്കിടയ്ക്ക് വേദന. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു. ഗുളിക ഞാൻ ഈ ഞെരിഞ്ഞലും കലൂരും ചെയ്തിട്ട് വെള്ളമാണ് കുടിക്കുന്നതേ. അപ്പം വെള്ളം കൂടുതൽ കുടിക്കാൻ തോന്നുന്നുമില്ല. അത് എന്താണെന്ന് അറിയാവോ? നമുക്ക് മനസ്സിലായി. നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഒരു അസുഖങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോണിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ കല്ലുകളാണെങ്കിൽ പോലും നമുക്ക് ശക്തമായ വേദന അനുഭവപ്പെടാം. അതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന സുഹൃത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ലെഫ്റ്റ്, ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ബാക്കിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലുള്ള വേദനയാണ് അനുഭവപ്പെടുക. അപ്പോൾ മിക്കവാറും ആ കല്ലിൻ്റെ വേദന തന്നെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി അതെങ്ങനെ കുറക്കാം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ചെറിയ കല്ലുകളാണെന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. നമ്മളെപ്പോഴും ഒരു കണക്ക് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, എത്രമാത്രം വെള്ളം നമ്മൾ കുടിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻഡോറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഏകദേശം ഒരു 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം എപ്പോഴും നമ്മൾ കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ യൂഷ്വലി നമ്മുടെ ഈ സ്റ്റോൺ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാടുള്ള വേനൽക്കാല രോഗങ്ങളും നമുക്ക് കുറക്കാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ സൺസ്ട്രോക്ക് ഏറ്റാൽ ഉടൻ ചികിത്സ തേടേണ്ടതല്ലേ? എന്താണ് ഈ അടിയന്തര ചികിത്സ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഉടൻ അവിടെ ചെയ്യുന്ന പ്രാഥമികമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും ഹീറ്റ് സ്ട്രോക്ക് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എമർജൻസി അത്യാഹിത വിഭാഗത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. കാരണം ഈ ഹീറ്റ് സ്ട്രോക്ക് പേഷ്യൻസിന് നമ്മൾ ഉടനെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റിലോട്ട് അവർ മരണത്തിലോട്ട് തന്നെ ഇത് ആക്ച്വലി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ പോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സിംറ്റംസ് ആയിരിക്കും ഇവരിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോയിട്ടുള്ള ഫ്ലൂയിഡ് നമ്മളെപ്പോഴും റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നീട് നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണോ അത് പരമാവധി നമ്മൾ കുറക്കാൻ ശ്രമിക്കും. അത് ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്.
അതായത് തണുത്ത വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക, നമ്മൾ ഫാൻ അല്ലെങ്കിൽ വീശി കൊടുത്തിട്ടോ നമുക്ക് ടെമ്പറേച്ചർ കുറക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഐസ് കംപ്രഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രോയിൻ അല്ല ഇങ്ങനെയുള്ള ഏരിയകളിലെല്ലാം നമുക്ക് ഐസ് വെച്ചും ടെമ്പറേച്ചർ കുറക്കാവുന്നതാണ്. ഇനി അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടെമ്പറേച്ചർ കുറക്കാൻ പല രീതികളുണ്ട്. ഒന്ന്, നമുക്ക് ചില ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് ഈ ടെമ്പറേച്ചർ കുറക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻവേസീവ് മെത്തേഡുകളിലൂടെ, അതായത് നമ്മൾ ട്യൂബ് അകത്തോട്ടിട്ട് അതിലൂടെ നമുക്ക് കുറച്ച് കോൾഡ് സലൈൻ അല്ലെങ്കിൽ ഇൻഫ്യൂസ് ചെയ്ത് നമുക്ക് ആക്ച്വലി ടെമ്പറേച്ചർ കുറക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫോളീസ് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്ത് അതിലൂടെ നമ്മൾ ചെറിയ ബ്ലാഡർ വാഷ് എല്ലാം കൊടുത്ത് നമ്മൾ ടെമ്പറേച്ചർ കുറക്കാവാറുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൺസ്ട്രോക്ക് കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനാണ്. ചില കുട്ടികളിലെങ്കിലും ചിലപ്പോൾ നമുക്കിത് അപസ്മാരം ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ അപസ്മാരം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഒരു സൈഡിലോട്ട് ചെരിച്ച് കിടത്തിയിട്ട് മാത്രം ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. കാരണം അത് വീണ്ടും അവരുടെ സെക്രീഷൻസ് തന്നെ ലങ്സിലോട്ട് പോയിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒരു സൈഡിലോട്ട് ചെരിച്ച് കിടത്തി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്കിൻ്റെ സിംറ്റമായിട്ട് അപസ്മാരമാണെന്നുണ്ടെങ്കിൽ അത് കുറക്കാനുള്ള ഇഞ്ചെക്ഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നീട് എങ്ങനെയെങ്കിലും നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ചിലപ്പോൾ നമുക്ക് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ തണുത്തിട്ടുള്ള ബ്ലാങ്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോർ ബോഡി ടെമ്പറേച്ചർ കുറച്ചെങ്കിലും നമുക്ക് കുറക്കാവുന്നതാണ്. നമ്മുടെ കൂടി ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കായംകുളത്ത് നിന്നും രാമചന്ദ്രനാണ്. രാമചന്ദ്രൻ, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടറെ. കേൾക്കാം, ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കരുത്. എനിക്ക് ജലദോഷം പോലെ വരുന്നുണ്ട് ഇന്ന്. ഞാൻ വേറെ എങ്ങും പോയിട്ടുമില്ല. പോലെ മൂക്കൊലിക്കുന്നുണ്ട്, ഇടയ്ക്ക് തുമ്മുന്നുണ്ട്. അത് ഈ ചൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതാവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചൂട് സമയത്ത് നമ്മൾക്ക് വേനൽക്കാല രോഗങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ചില വൈറസുകളെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയമാണ് ഈ സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യ ടെമ്പറേച്ചർ കുറച്ച് കൂടി നിൽക്കുന്ന സമയം. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വൈറൽ ഇൻഫെക്ഷൻ കാരണമായിരിക്കും ഈ ജലദോഷം വന്നിട്ടുണ്ടാവുക. ഇത് എനിക്ക് തോന്നുന്നു സൂര്യാതാപമായിട്ട് ബന്ധമില്ല, പക്ഷേ ആ ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നതായിരിക്കും. അത് ചിലപ്പോൾ ഈ ചൂട് കാരണമായിരിക്കും ജലദോഷം വന്നിട്ടുണ്ടാവുക. അത് കുറക്കാനുള്ള എനിക്ക് തോന്നുന്നു 1-2 ദിവസം വെയിറ്റ് ചെയ്താൽ തന്നെ കുറയാറുള്ളതാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആവി പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇനി കൂടുകയാണ്, പനി വരികയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ സൂര്യാതപം ഏറ്റാൽ തുടർ ചികിത്സ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? എത്ര നാൾ കൊണ്ടായിരിക്കും ഇത് റിക്കവറി ആവുക? അതും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റേജുകളെ ഡിപ്പെൻഡൻ്റ് ആണ്. ആദ്യമായിട്ടുള്ള സ്റ്റേജുകളാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ സ്റ്റേജാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ക്രാംസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂഷ്വലി എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സായിട്ട് പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് നോർമൽ ആകാറുണ്ട്. ഇനി ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആദ്യമേ ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അത്യാഹിത വിഭാഗത്തിൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ നമുക്ക് കുറക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട സിംറ്റംസ് എല്ലാം നമുക്ക് ആക്ച്വലി കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. എന്നാൽ ചില കണ്ടീഷൻസിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അബോധാവസ്ഥയിലോട്ട് പോവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻസ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലോട്ട് പോവുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തകരാറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തുടർ ചികിത്സ കൊടുക്കേണ്ടതാണ്. അതും നമ്മൾ എന്താണോ ലക്ഷണങ്ങളുള്ളത് ആ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള തുടർ ചികിത്സയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റുകളിലോട്ടൊന്നും പോകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. സൺസ്ട്രോക്കിനെ അഥവാ സൂര്യാതപത്തെ എങ്ങനെ നേരിടാം, അടിയന്തര ചികിത്സ എന്ത് എന്ന വിഷയമായിരുന്നു ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടൻറ്റും ഗ്രൂപ്പ് കോർഡിനേറ്ററുമായ ഡോക്ടർ KU ഷമീമാണ്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.